ഈ പുഴയും കടന്ന് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ജയബാലൻ പതിവ് പോലെ തന്നെ അരവിന്ദന്റെ വീട്ടിലേക്ക് വരികയാണ്. ശാരദയെ കണ്ടപ്പോൾ അയാൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ സ്വപ്നത്തിൽ അരവിന്ദൻ വന്നിട്ടുണ്ടായിരുന്നു ശാരദയെ. അവന് സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങോട്ടേക്കൊന്ന് വരണമെന്ന്. അതാ ഞാനിങ്ങ് വന്നത്. ഇന്നലെ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. അല്ല, ഇന്നലെ ഇവിടെ ഗസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇത് കേട്ട് ശാരദ ഗംഗയെയും കാവേരിയെയും ഒന്ന് നോക്കി. എന്നിട്ട് കാവേരി ഉടനെ പറഞ്ഞു, ഉണ്ടായിരുന്നു അങ്കളെ, ഹോം സ്റ്റേയിൽ ആളുണ്ടായിരുന്നു. ജയബാലൻ ഒന്ന് സംശയിച്ച് ശാരദയോട് ചോദിച്ചു. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ ശാരദയെ? ശാരദ ദേഷ്യത്തോടെ മക്കളെ നോക്കി പറഞ്ഞു, ഇവളുമാരോട് ഞാൻ പറഞ്ഞതാ, പക്ഷേ ഇവളുമാർ കേൾക്കേണ്ടേ? അപ്പോൾ ജയബാലൻ അങ്ങ് തട്ടിവിട്ടു. ഹാ, വെറുതെ അല്ല ഞാൻ അരവിന്ദനെ സ്വപ്നം കണ്ടത്. അവൻ ഇതൊന്നും അത്ര പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ശാരദ അല്പം പരിഭവത്തോടെ പറഞ്ഞു, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എന്നിട്ടും അരവിന്ദൻ ഇതുവരെ എൻ്റെ സ്വപ്നത്തിലൊന്നും വന്നില്ലല്ലോ എന്ന്. ജയബാലൻ്റെ സ്വപ്നത്തിലല്ലേ വന്നത്? കാവേരി വിട്ടുകൊടുത്തില്ല. അവൾ ഇടപെട്ടു. എൻ്റെ അമ്മ എന്തിനാ അച്ഛൻ്റെ സ്വപ്നം കാണുന്നത്? അച്ഛൻ നമ്മളോടൊപ്പം ഈ വീട്ടിൽ തന്നെയുണ്ട്, നമ്മുടെ കൂടെ തന്നെയുണ്ട്. പിന്നെ സ്വപ്നം കാണേണ്ട വല്ല കാര്യമുണ്ടോ? കാവേരിയുടെ ആ ഒരു മറുപടി ജയബാലന് കിട്ടിയ ഒരു കൊട്ടായിരുന്നു. കാരണം അയാൾ കള്ളം പറയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ജയബാലൻ വിഷയം മാറ്റി പറഞ്ഞു, അതൊക്കെ പോട്ടെ, ഞാൻ വേറൊരു കാര്യം സംസാരിക്കാനാ വന്നത്. ശാരദ പേടിയോടുകൂടി ചോദിച്ചു, എന്താ ജയബാലാട്ട, വല്ല പ്രശ്നമുണ്ടോ? പൈസക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ? ശാരദക്ക് കാര്യം മനസ്സിലാവാതെ ചോദിച്ചപ്പോൾ ജയബാലൻ ഗൗരവത്തിൽ പറഞ്ഞു, പൈസയുടെ കാര്യമൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ശാരദേ. പക്ഷേ യമുനയുടെ ഫീസ് അടച്ചിട്ടില്ല. അവളിത് വിശാലിനോട് പറഞ്ഞു. വിശാലാണ് എന്നോട് സംസാരിച്ചത്. അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ യമുനക്ക് എന്നോട് നേരിട്ട് ചോദിച്ചൂടായിരുന്നോ? അല്ലാതെ വിശാലിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ശരിയാണോ? ഇത് കേട്ട് ശാരദ ഞെട്ടിപ്പോയി. അല്ലേ യമുനെ, നീ വിശാലിനോട് പണം ചോദിച്ചോ എന്ന് അവൾ കടുപ്പിച്ച് ചോദിച്ചു. യമുന പരിഭ്രമിച്ചു പറഞ്ഞു, ഏയ് ഇല്ലമ്മേ, ഞാൻ പണമൊന്നും ചോദിച്ചിട്ടില്ല. ഫീസ് അടക്കാത്തത് കൊണ്ടാണ് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ആ സമയത്ത് എന്നെ വിശാൽ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഫീസ് അടക്കാത്തത് കൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞുപോയി. അല്ലാതെ ഞാൻ ഒരിക്കലും പണമൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയും. ജയബാലൻ വിടാതെ പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞാൽ പോരെ? ഒന്നുമില്ലെങ്കിലും എൻ്റെ പെങ്ങളും മക്കളുമല്ലേ ഇവിടെ താമസിക്കുന്നത്. യമുന ഉറപ്പിച്ചു പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങളെ. ഞാൻ അങ്ങളോട് പൈസ ചോദിക്കാനും പറഞ്ഞിട്ടില്ല. ശാരദയും അത് ശരിവെച്ചു. വേണ്ട ജയബാലേട്ടാ, അപ്പോൾ പൈസയുടെ ആവശ്യമില്ല. ബാങ്കിൽ അടച്ചതിൻ്റെ ബാക്കി കുറച്ച് പണമുണ്ട്, അത് വെച്ച് ഫീസ് അടച്ചോളാം. ജയബാലൻ വിട്ടില്ല. അതുകൊണ്ട് ഫീസ് അടച്ചാൽ നിങ്ങളുടെ ചെലവുകളൊക്കെ എങ്ങനെ നടക്കും? കാവേരി പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു, അതിനല്ലേ അങ്കിളെ ഇപ്പോൾ ഹോം സ്റ്റേ ഉള്ളത്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട, അങ്കിള് പോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ജയബാലൻ പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി. ജയബാലൻ പോയ ഉടനെ തന്നെ ശാരദയുടെ നിയന്ത്രണം വിട്ടു. യമുനയുടെ കർണ നോക്കിയിട്ട് ഒരൊറ്റൊന്നങ്ങ് പൊട്ടിക്കണേ. എടി, എന്ത് പരിപാടിയാണ് നീ കാണിച്ചത്? എന്താടി നീ വിശാലിനോട് പണം ചോദിച്ചത് എന്ന് ശാരദ ആക്രോശിച്ചു. യമുന കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ പണമൊന്നും ചോദിച്ചിട്ടില്ല. എന്നെ ക്ലാസ്സിൽ നിന്നും ഫീസ് അടക്കാത്തത് കൊണ്ട് പുറത്താക്കി. ക്ലാസ്സിന് വെളിയിൽ നിൽക്കുന്നത് കണ്ട് അവൻ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ശാരദ വികാരഭരിതനായി പറഞ്ഞു, ഇന്ന് വരെ അരവിന്ദേട്ടനെ ആരുടെ മുന്നിൽ കൈനീട്ടാനൊന്നും ഞാൻ അനുവദിച്ചിട്ടില്ല. നീ ഇപ്പോൾ പുതിയ ശീലം കൊണ്ടുവരുമെന്ന് വേണ്ട. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? യമുന തൻ്റെ സങ്കടം പറഞ്ഞു. അച്ഛനുണ്ടായിരുന്നപ്പോൾ കറക്റ്റ് ഡേറ്റിൽ ഫീസൊക്കെ അടക്കുമായിരുന്നു. ഞാൻ അതൊന്നും അറിഞ്ഞിരുന്നേയില്ല. അച്ഛൻ മരിച്ചതിൽ പിന്നെ ഞാൻ ഇതൊക്കെ മറന്നുപോയി. ഇത്രയും പൈസ എവിടെ നിന്നുണ്ടാക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ് അമ്മയോട് പറയാതിരുന്നത്. ശാരദ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടി, നിന്നെ ഞാൻ പഠിപ്പിക്കും. നിന്നെ ഒരു കളക്ടറാക്കണമെന്നത് അരവിന്ദേട്ടന് വലിയ ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയിട്ട് കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും നിന്റെ പഠിത്തം ഞാൻ നടത്തും. ഫീസിൻ്റെ കാര്യം ഓർത്തുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട. അതെങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അടച്ചോളാം. ശാരദ അകത്തേക്ക് പോയപ്പോൾ കാവേരിയും ഗംഗയും യമുനയുടെ ഫീസ് എങ്ങനെ അടക്കുമെന്ന് ആലോചിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശാരദ തൻ്റെ വളയുമായി വന്ന് പറഞ്ഞു, ഇത് പണയം വെക്കാം, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവളുടെ ഫീസ് അടക്കാം. ഗംഗ ഉടനെ പറഞ്ഞു, അമ്മേ, അച്ഛൻ എനിക്കൊരു ചെയിന് കൊണ്ടുവന്ന് തന്നിരുന്നല്ലോ, അത് ഞാൻ തരാം. എന്നാ കാവേരി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അവരോരോ വഴികളിങ്ങനെ ആലോചിച്ച് നേരം വെളുത്തു. ശാരദ യമുനയോട് പറഞ്ഞു, നീ കോളേജിലേക്ക് പോയിക്കോ, അമ്മയും ചേച്ചിയും വന്നിട്ട് ഫീസ് അടച്ചോളാമെന്ന് പറഞ്ഞാൽ മതി. അവൾ ഇറങ്ങാൻ റെഡിയായപ്പോഴാണ് മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. ഒരാൾ കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ട് കാവേരി ഓടിച്ചെന്ന് ശാരദയോട് പറഞ്ഞു, അമ്മേ, പുറത്താരോ വന്നിട്ടുണ്ട്. ശാരദ ചെന്ന് നോക്കിയപ്പോൾ പരിചയമില്ലാത്ത ഒരാൾ. അയാൾ ചോദിച്ചു, എന്നെ മനസ്സിലായോ? ഞാൻ നാരായണൻ. ശാരദക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഓ, മനസ്സിലായി, അരവിന്ദേട്ടനോടൊപ്പം ജോലി ചെയ്തിരുന്ന ആളല്ലേ? അരവിന്ദൻ എപ്പോഴും പറയുമായിരുന്നു, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ശാരദ ക്ഷണിച്ചു. നാരായണൻ സങ്കടത്തോടെ പറഞ്ഞു, അരവിന്ദിൻ്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ അവിടുന്ന് പെട്ടെന്നൊന്നും വരാൻ പറ്റില്ലല്ലോ, അതാ ഞാൻ വരാൻ വൈകിയത്. അത് കേട്ടപ്പോൾ ശാരദയുടെ കണ്ണുകൾ നിറഞ്ഞു. നാരായണൻ അവളെ ആശ്വസിപ്പിച്ചു.
സാരമില്ല, വിഷമിക്കേണ്ട. ദൈവത്തിന് ഓരോ നിശ്ചയമുണ്ടല്ലോ. അരവിന്ദൻ അത്രയും നല്ല മനുഷ്യനായിരുന്നു. എന്നെയൊക്കെ എത്രയോ വട്ടം അയാൾ സഹായിച്ചിട്ടുണ്ട്. ഗംഗ ചായയുമായിട്ട് വന്ന് സംസാരിക്കുന്നതിനിടയിൽ തന്നെ നാരായണൻ ഒരു ബാഗ് നീട്ടിക്കൊണ്ട് പറഞ്ഞു, അരവിന്ദിൻ്റെ ചില സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ അതെടുത്തുകൊണ്ട് വന്നതാണ്. പിന്നീട് നാരായണൻ തൻ്റെ ബാഗിൽ നിന്നും കുറച്ച് പണമെടുത്ത് ശാരദയ്ക്ക് നേരെ നീട്ടി. ശാരദ അത്ഭുതത്തോട് ചോദിച്ചു, ഇതെന്തിനാ? നാരായണൻ പറഞ്ഞു, അരവിന്ദൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് പേർക്ക് പണം കടം കൊടുത്തിരുന്നു. പൈസ ചോദിക്കുന്നവർക്കെല്ലാം തന്നെ അരവിന്ദൻ പണം കൊടുക്കുമായിരുന്നു. പക്ഷേ അവരാരും അവനെ ചതിച്ചിട്ടില്ല. അരവിന്ദൻ മരിച്ചതറിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം ആ പണം എന്നെ ഏൽപ്പിച്ചു. ഇത് അരവിന്ദൻ്റെ കുടുംബത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമായിരുന്നു. ഇതിൽ 3 ലക്ഷം രൂപയുണ്ട്. അത് കേട്ടപ്പോൾ ശാരദയുടെയും മക്കളുടെയും കണ്ണുകളങ്ങ് നിറഞ്ഞു. ഫീസ് അടക്കാൻ യാതൊരു വഴിയുമില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന അവർക്ക് ആ ഒരു 3 ലക്ഷം രൂപ വലിയ ആശ്വാസം തന്നെയായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത്. അരവിന്ദൻ്റെ കുടുംബം ഞങ്ങളുടെയും കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നാരായണൻ അവരോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി. അയാൾ കാറിലേക്ക് നടക്കുമ്പോൾ കാവേരി പുറകെ ചെന്ന് വിളിച്ചു, അങ്കിളെ ഒരു മിനിറ്റ്. അയാൾ തിരിഞ്ഞു നോക്കി ചോദിച്ചു, എന്താ മോളെ? കാവേരി ചോദിച്ചു, അങ്കിളെ നിങ്ങളുടെ കമ്പനിയിൽ വല്ല പ്രശ്നവും ഉണ്ടായിരുന്നോ? ശമ്പളം അയക്കുന്ന കാര്യത്തിൽ വല്ല തടസ്സവും ഉണ്ടായിരുന്നോ? നാരായണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ മോളെ. ശമ്പളമൊക്കെ കൃത്യമായിരുന്നു. അത് ജയപാലൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇട്ടിരുന്നത്. അരവിന്ദൻ അത് നിന്നോട് പറഞ്ഞിരുന്നില്ലേ? കാവേരി ഒന്ന് പകച്ചു. പറഞ്ഞിരുന്നു. ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചതാണെന്ന് പറയും. നാരായണൻ തുടർന്നു, അരവിന്ദൻ വന്നതിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അരവിന്ദൻ അഡ്വാൻസ് കൊടുത്ത കാര്യവും പറഞ്ഞിരുന്നു. അത് എഴുതി കഴിയുമ്പോൾ എന്നെ അറിയിക്കണം കേട്ടോ. അരവിന്ദൻ്റെ വലിയ സ്വപ്നമായിരുന്നു ആ സ്ഥലം. ഇത് കേട്ടതോടുകൂടി തന്നെ കാവേരി ആകെ ഞെട്ടിപ്പോയി. അഡ്വാൻസ് കൊടുത്ത പണത്തെക്കുറിച്ച് ജയപാലൻ അങ്കിളിന് ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. നാരായണൻ പോയി കഴിഞ്ഞപ്പോൾ ശാരദയും മക്കളും ചേർന്ന് അരവിന്ദിൻ്റെ ആ ഒരു പെട്ടി തുറന്നു നോക്കി. അതിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും മക്കളുടെ ഫോട്ടോസും ഒരു ആൽബമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കാവേരിയുടെ കണ്ണിൽ ഒരു ഡയറി ഉടക്കിയത്. അവൾ അത് തുറന്നു മറിച്ചു നോക്കി. അതിൽ അരവിന്ദൻ എല്ലാം കൃത്യമായി എഴുതി വെച്ചിരുന്നു. ജയപാലന് എത്ര രൂപ കൊടുത്തു, ആർക്കൊക്കെ പണം അയച്ചു കൊടുത്തു, വീട്ടിലെ കണക്കുകൾ എല്ലാം തന്നെ അതിലുണ്ടായിരുന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ കാവേരിക്കൊരു സത്യം മനസ്സിലായി. അച്ഛന് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജയപാലൻ അങ്കിൾ തങ്ങളെ ഇത്ര കാലം ചതിക്കുമായിരുന്നു. അയാൾ എത്ര വലിയ ദുഷ്ടനാണെന്ന് അതോടുകൂടി തന്നെ അവൾ തിരിച്ചറിഞ്ഞു. ആ ഡയറിയിലെ ഓരോ വരികളും വായിക്കുമ്പോൾ കാവേരിയുടെ ഉള്ളിൽ തീ പടരുകയായിരുന്നു. അച്ഛൻ കഷ്ടപ്പെട്ട് അയച്ച ഓരോ പണവും ഓരോ മാസവും ജയപാലൻ അങ്കിൾ സ്വന്തം ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ച് വീട്ടിൽ ദാരിദ്ര്യമാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. കാവേരി പതുക്കെ ശാരദയുടെ അടുത്തേക്ക് ചെന്ന് ആ ഡയറി നീട്ടി. അമ്മ ഇതൊന്ന് നോക്ക്. നമ്മുടെ അച്ഛൻ അയച്ച ലക്ഷക്കണക്കിന് രൂപ ജയപാലൻ അങ്കിൾ മുക്കി. എന്നിട്ട് അയാൾ നമ്മളെ സഹായിക്കാൻ വരുന്ന മാലാഖയാണെന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് നടക്കുന്നു. ഡയറിയിലെ കണക്കെല്ലാം കണ്ടപ്പോൾ ശാരദയും ആകെ തകർന്നു പോയി. വർഷങ്ങളായി താൻ വിശ്വസിച്ച ജയപാലേട്ടൻ ഇത്രയും വലിയ ചതിയനാണെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. ഗംഗയും യമുനയും ഇതൊക്കെ കണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചു. അപ്പോഴാണ് മുറ്റത്ത് വീണ്ടും ജയപാലൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നത്. അയാൾ പതിവ് പോലെ തന്നെ ഒരു കള്ളച്ചിരിയോട് കൂടെ തന്നെ അകത്തേക്ക് കയറി വന്നു. ശാരദേ, ഞാൻ അറിഞ്ഞു. വിശാൽ പറഞ്ഞു പണം എവിടുന്നോ കിട്ടിയെന്ന്. അത് എവിടുന്ന് കിട്ടിയാലും എനിക്കൊരു 1 ലക്ഷം രൂപ അത്യാവശ്യമുണ്ട്. നാരായണൻ വന്നിരുന്നോ? ജയപാലൻ ചോദിച്ചു തീരും മുൻപേ തന്നെ കാവേരി ആ ഒരു ഡയറി അയാളുടെ മുഖത്തേക്കങ്ങ് വലിച്ചെറിഞ്ഞു. ഇതാണോ അങ്കിൾ നിങ്ങൾ അന്വേഷിക്കുന്ന പണം? അച്ഛൻ അയച്ച ഓരോ രൂപയുടെ കണക്ക് ഇതിലുണ്ട്. അച്ഛൻ പണം അയച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇത്ര കാലം കബലിപ്പിച്ചതും ആ പ്രോപ്പർട്ടി സ്വന്തം പേരിലാക്കാൻ വേണ്ടി ശ്രമിച്ചതും എല്ലാം ഞങ്ങൾ അറിഞ്ഞു. ജയപാലിൻ്റെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. അയാൾ പതറാൻ തുടങ്ങി. അത് മോളെ പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഞാനത് ചില ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതാണെന്ന്, നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടില്ല ഞാനത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ ശ്രമിച്ചു. അയാളിങ്ങനെ വിക്കി പറയായിരുന്നു. പക്ഷേ ശാരദ ഇത്തവണ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല. ജയപാലേട്ടാ, ഒരു കാലത്ത് എനിക്ക് നിങ്ങളോടുണ്ടായിരുന്ന ബഹുമാനം ഇപ്പോൾ വെറുപ്പായി മാറി. അരവിന്ദിൻ്റെ വിയർപ്പിൻ്റെ വിലയാണിത്. ഇന്ന് തന്നെ ആ പണവും അച്ഛൻ അഡ്വാൻസ് കൊടുത്ത ആ ഒരു സ്ഥലവും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പോലീസിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഇത് കേട്ട ജയപാലൻ ആകെ പേടിച്ച് വിറച്ചു. നാരായണൻ വഴി എല്ലാം വെളിപ്പെട്ടു എന്ന് അയാൾക്ക് മനസ്സിലായി. അവസാനം ഗതി കെട്ടുകൊണ്ട് തന്നെ അയാൾ തൻ്റെ തെറ്റുകൾ സമ്മതിച്ചു. അന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അച്ഛൻ വാങ്ങിച്ച സ്ഥലത്തിൻ്റെ രേഖകളും ബാക്കി പണവും ജയപാലിന് തിരികെ നൽകേണ്ടി വന്നു. അയാളെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി കാവേരി വാതിലടച്ചു. ആ തുക കൊണ്ട് യമുനയുടെ ഫീസ് അടച്ചെന്ന് മാത്രമല്ല അച്ഛൻ്റെ സ്വപ്നമായിരുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ അവരൊരു കൊച്ചു വീട് പണിയാൻ തന്നെ തീരുമാനിച്ചു. ആൽബത്തിലെ അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ശാരദ പറഞ്ഞു, അരവിന്ദൻ മരിച്ചിട്ടില്ല. ആ ഡയറിയുടെ രൂപത്തിൽ അദ്ദേഹം ഇന്നും നമ്മളെ കാക്കാനായിട്ട് കൂടെയുണ്ട്. പക്ഷേ ഹോം സ്റ്റേ തുടങ്ങാൻ ധൈര്യം കാണിച്ച ആ പെൺകുട്ടികൾ ഇപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. ചതിയും വഞ്ചനയും തിരിച്ചറിഞ്ഞ കാവേരിയും ഗംഗയും യമുനയും ഇനി ആരുടെയും മുന്നിൽ തല കുനിക്കില്ല എന്ന് ഉറപ്പിച്ചു. അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് തന്നെ ആ കുടുംബം ഒരു പുതിയ പുലരിയെ സ്വീകരിച്ചു.
സത്യം എപ്പോഴും വിജയിക്കുമെന്ന് ഇതോടുകൂടെ തന്നെ മനസ്സിലായി. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.